തീയണയ്ക്കാനുള്ള ശ്രമം തുടരുമ്പോഴും വിഷപ്പുക ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയാണ് ജനങ്ങളിൽ. ഈ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് കൊച്ചിയിൽ ഇപ്പോഴുള്ളത്. ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീ അണയ്ക്കാൻ കഴിയുന്നുണ്ട്. ബ്രഹ്മപുരത്തെ തീ അത് നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും തന്നെ ആ ഒരു പരിശ്രമത്തിൽ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വിവിധ സേനാ വിഭാഗങ്ങൾ അഗ്നിശമന സേനയ്ക്കൊപ്പം തന്നെയും നാവിക സേന കൂടി ഒപ്പം ചേർന്നതുകൊണ്ട് കുറച്ചുകൂടി ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം ജില്ലാ ഭരണകൂടം, കൊച്ചിൻ കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാർ തന്നെ ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീയണയ്ക്കുക എന്നത് ഒപ്പം അത് പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പുക ഉയരുന്നതാണ്. അത് അത്രയും ടോക്സിക്കായ ഒരു അന്തരീക്ഷം, അത്രയും ഈ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം എരിഞ്ഞ് അത് മണ്ണിന് വരെ തീപിടിക്കുന്ന ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ JCB കൊണ്ടുവന്ന ഈ വലിയ ഹിറ്റാച്ചി പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന ഈ മൺകൂനകൾ ഓരോന്ന് ഇളക്കി മറിച്ച് പിന്നീട് അത് നനച്ച് ആ രീതിയിൽ വലിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഇപ്പോൾ ഉയരുന്ന ഈ പുകച്ചുരുളുകൾ അതിന് ഒരു അറുതി വരുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സമീപ പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഴക്കമ്പലം, അതോടൊപ്പം തന്നെ കുന്നത്തുനാട്, വടവുകോട്, പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഒപ്പം തന്നെയും തൃക്കാക്കര, അതോടൊപ്പം തന്നെ മരട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികൾക്കും കൊച്ചിൻ കോർപ്പറേഷനിലെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ചെറിയ വിദ്യാലയങ്ങൾ, കിൻഡർ ഗാർഡൻ തുടങ്ങിയ അങ്കണവാടികൾ തുടങ്ങിയ വിദ്യാലയങ്ങൾക്ക് മുഴുവനായും, അതോടൊപ്പം മറ്റ് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾക്ക് വരെ പൂർണ്ണമായും തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജാഗ്രതയോടുകൂടി ഒരു ദിവസം കൂടി മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഈ വലിയ രീതിയിൽ പുക ഉയരുന്നത് വലിയ കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തുടങ്ങുന്ന ഈ ആ പുക അത് ശ്വസിക്കുന്ന ഒരവസ്ഥ, അത് മറ്റിടങ്ങൾ ഒരു അവസാനമില്ലാതെ തന്നെ പിന്നെയും ഉച്ചവരെ അത് നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രഹ്മപുരത്ത് തീ പിടിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതെ നോക്കുകയും ഒപ്പം അത് പൂർണ്ണമായും കെടുത്തുകയും ചെയ്യുന്ന ഭഗീരഥ പ്രയത്നം ഇന്നത്തോടുകൂടി പൂർണ്ണമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റൊരു വിഷയം നഗരത്തിൻ്റെതായി ഉയർന്നു വരുന്നത് കൊച്ചിയിലെ മാലിന്യ നീക്കം പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുകയാണ്. അത് നമുക്കറിയാം. കാരണം എവിടേക്കും കൊണ്ടുപോകാൻ കഴിയാത്തവരുടെ ഒരു പ്ലാൻ B എന്നുള്ളത് നേരത്തെ തന്നെയും ഈ വിഷയത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ 110 ഏക്കറോളം വരുന്ന വിശാലതയുടെ മുഴുവൻ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ ഡംപ് ചെയ്യുന്ന ഒരു രീതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നഗരത്തിൽ പലയിടത്തായിട്ട് ഈ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥ, വീടുകളിൽ നീക്കം ചെയ്യുന്നത് എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വലിയ രീതിയിൽ വലിയ പ്രദേശത്ത് മാലിന്യങ്ങൾ അത്തരമൊരു തീ എല്ലാം തന്നെ അണയ്ക്കാൻ സാധിച്ചുകൊണ്ട് മറുഭാഗത്ത് ഇത് ബാധിക്കാതിരുന്നൊരു വശത്തേക്ക് വീണ്ടും മാലിന്യങ്ങൾ ഡംപ് ചെയ്യുക എന്ന രീതിയിലേക്ക് വന്നു. അതനുസരിച്ച് മാലിന്യം നിറച്ച ലോറികൾ അവിടേക്ക് എത്തിയപ്പോൾ പരിസരവാസികൾ തടഞ്ഞു. കാരണം ഇത് തീ ഇപ്പോഴും ഉയരുന്നുണ്ട് എന്ന് അവർ പറയുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക, ഈ പുക ഉയരുന്നത് അത് ഇല്ലാതാക്കുക, അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരവസ്ഥ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം മാത്രമേ ഇവിടേക്ക് ഇനി മാലിന്യ വണ്ടികളുമായി വരാൻ പറ്റുകയുള്ളൂ എന്ന്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഈ ആധുനികമായ ഇത്തരം ഈ വലിയ മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഡൽഹിയിലുമൊക്കെ പലതവണ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങൾക്ക് തീ പിടിച്ചാൽ ഉണ്ടാകുന്നത് അണയ്ക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലേ? കിരൺ, ഇതിൽ പലയിടത്തും ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു. പക്ഷേ ഇതിനെല്ലാം തന്നെ സംസ്കരിക്കാനും അതിൻ്റേതായ രീതികൾ എല്ലായിടത്തും അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊച്ചി നഗരസഭയിൽ അത് ഉണ്ടായിട്ടില്ല. കാലങ്ങളോളമായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 110 ഏക്കറിൻ്റെ വിശാലത ഉപയോഗിച്ച് ഡംപ് ചെയ്തു പോവുക, അവിടെ കെട്ടിക്കിടക്കുന്ന ലെഗസി വേസ്റ്റ് എന്ന് പറയുന്നത്, അതായത് കെട്ടിക്കിടക്കുന്ന മാലിന്യം, അത് ഏതാണ്ട് 4.5 ലക്ഷം ഘനയടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ ഒരു തീർപ്പും ഉണ്ടാകാതെ അത് അവിടെ തന്നെ സ്റ്റോക്ക് ആവുകയും ഒപ്പം
പുതുതായി കൊണ്ടുവരുന്നത് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രീതിയിൽ സംസ്കരണത്തിന് കഴിയുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഈ ലെഗസി വേസ്റ്റ് സംസ്കരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ വേണ്ടി വരും. അതിന് വലിയ പ്ലാൻ അടക്കം തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ പല സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ കരാറിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പുതിയ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വിശാല വീക്ഷണത്തിലേക്ക് നീങ്ങുക, സംസ്ഥാന സർക്കാർ അടക്കം ഇതിനൊരു നേർവഴി കൊടുക്കുക എന്നതല്ലാതെ ഈ വിഷയത്തിലേക്ക് ശാശ്വതമായ ഒരു പരിഹാരം യഥാർത്ഥത്തിൽ ഡാനി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ പണ്ട് മുതലേ കെട്ടിക്കിടന്ന മാലിന്യമെല്ലാം അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ പുതുതായി വരുന്ന മാലിന്യത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സംസ്കരണം നടക്കുന്നത്. ഈ കാലാകാലങ്ങൾ ഭരിച്ച നഗരസഭയെല്ലാം അതിന് ഉത്തരവാദികളായി നിൽപ്പുണ്ടല്ലേ? 100% ഒരു സംശയവും വേണ്ട. കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്തരമൊരു ലെഗസി വേസ്റ്റ് അത് എന്ത് ചെയ്യുമെന്നത് അത് അവിടേക്ക് ചെല്ലുമ്പോൾ, കാരണം ഈ 110 ഏക്കറിൽ 70 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇത് വലിയ വലിയ കൂനകളായിട്ട് ഇത് അവശേഷിക്കണം. പലപ്പോഴും ഈ ഫയർ എഞ്ചിൻ സംവിധാനങ്ങൾ, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അവിടേക്ക് എത്താൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ തവണ ഫയർ ഉണ്ടാകുമ്പോൾ അവർ പ്രത്യേകം നിർദ്ദേശിച്ചത് ഇത് പ്രത്യേക ബ്ലോക്കുകളാക്കി മാറ്റുകയും അതിൻ്റെ ഇടയിലൂടെ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുക. ഒപ്പം ഹൈഡ്രൻ പൈപ്പുകൾ, അതായത് വെള്ളം ഇടയ്ക്ക് പമ്പ് ചെയ്യാൻ സാധിക്കാവുന്ന രീതിയിലേക്ക് പുറത്തേക്ക് വന്നു നിൽക്കുന്ന പൈപ്പുകൾ അവയ്ക്ക് മോട്ടറുകൾ സ്ഥാപിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തീ ഉണ്ടാകുന്നിടത്ത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഏത് ഭാഗത്താണോ തീ രൂപപ്പെട്ടത് അവിടെ കൃത്യമായി വെള്ളം നനയ്ക്കാൻ, അത് നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായെങ്കിൽ അത് നനച്ച് തുടക്കത്തിൽ തന്നെ കെടുത്താൻ കഴിയും. ഒപ്പം അവിടെ ക്യാമറകൾ സ്ഥാപിക്കുക, അവിടെ ഒരു കൺട്രോൾ റൂം തുടങ്ങുക, ഒപ്പം അഗ്നി സംവിധാനത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് അവിടെ സ്ഥാപിക്കുക. ഇതെല്ലാം ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങളാണ്. ഒരു പരിധിവരെയെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയതാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമദയനീയമായ കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയത്. കാരണം ഇങ്ങനെയൊരു സംവിധാനം മാത്രമുള്ളിടത്ത് ഇതിനും വലിയ തീപിടുത്തങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് തന്നെ അവർ പറയുന്നു. കാരണം ഒരു കരുതലുമില്ലാതെ അവിടെ മാലിന്യങ്ങൾ വലിച്ചിടുക, അവിടേക്ക് ഇതുപോലെ തീ പടരുമ്പോൾ പിന്നീട് കടന്നു ചെല്ലാൻ പോലും പറ്റാൻ കഴിയാത്തൊരവസ്ഥ. നനച്ച് ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വഴി ആദ്യം JCB ഉപയോഗിച്ച് മാലിന്യങ്ങൾ വൃത്തിയാക്കിയാൽ മാത്രമേ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക് അതിൽ കടന്നു പോകാൻ പോലും കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ കാലോചിതമായ രീതിയിൽ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിന് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അത് ഈ മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിലും ഉണ്ടാകും. ആരുടെയും മാലിന്യങ്ങൾ ഒരു വിശാലതയിലേക്ക് കൊണ്ട് തള്ളിയതുകൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള ദുരിതങ്ങൾ ഇതെല്ലാം ആവർത്തിക്കപ്പെടും. വീണ്ടും പുകച്ചുരുളുകൾ ഉയരും. ഇതുപോലെ കൊച്ചി പലതവണ കണ്ണെരിഞ്ഞും ചുമച്ചുമെല്ലാം തന്നെ നഗരവാസികൾ ഇതുപോലെ തന്നെ നടക്കും. ഈ പുകച്ചുരുളുകൾ അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും തീ കെടുത്താനുള്ള ഊർജിത ശ്രമങ്ങൾ ഉണ്ടാകുന്നു. വളരെ അടിയന്തരമായി ജില്ലാ ഭരണകൂടവും സർക്കാരും എല്ലാം തന്നെ ഇതിൽ ഇടപെട്ടു എന്നതും തന്നെ ആശ്വാസകരം തന്നെയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ പുണ്ണിനുമേൽ പെയിന്റ് അടിച്ചു വെക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് കൊച്ചിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ കാലങ്ങളായുള്ള വേസ്റ്റ് എല്ലാം അവിടെ കൂട്ടിയിട്ടിട്ട് ഇപ്പോൾ പുതുതായി വന്ന വേസ്റ്റ് മാത്രം സംസ്കരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതിന് തീ പിടിച്ചിരിക്കുന്നു. എന്തായാലും അത് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്.